ചെങ്ങന്നൂരിൻ്റെ വികസന തുടർച്ചയ്ക്ക് ചെങ്ങന്നൂർ ജനതയുടെ ഹൃദയം തൊട്ടറിഞ്ഞ നേതാവ് സജി ചെറിയാനാണ് ഇത്തവണയും LDF ഈ മണ്ഡലത്തിൽ അവതരിപ്പിക്കുന്നത്. സജി ചെറിയാൻ ഇപ്പോൾ അമൃത ന്യൂസിനൊപ്പം ചേരുന്നു. സഖാവ്, എങ്ങനെയാണ് ഇത്തവണത്തെ ഒരു പ്രവർത്തനം? ഇപ്പം കുറഞ്ഞ സമയമേ ഉള്ളൂ, വികസനം തന്നെയാണ് പ്രധാനമായും നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. ഇത് കുറച്ച് സമയമല്ല, കഴിഞ്ഞ 8 വർഷമായി തുടർച്ചയായി പ്രവർത്തിക്കുകയല്ലേ. അതല്ല, ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനുള്ള സമയം പ്രചരണത്തിനുള്ള സമയം കുറവാണെങ്കിലും പുതിയതായി പരിചയപ്പെടുത്തേണ്ട വിഷയമില്ല. കാരണം 8 വർഷമായി ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കുകയും നടപ്പാക്കുകയും ചെയ്ത് അടുത്ത 5 വർഷം നമ്മൾ നടപ്പാക്കാൻ പോകുന്ന കാര്യങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കുകയും ചെയ്തത് നല്ല വിശ്വാസം ജനങ്ങൾക്ക് നമ്മളോടുണ്ട്. കാരണം സാധാരണ വ്യത്യസ്തമായി ഒരു തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ പറയുന്ന കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യുകയും അത് നടപ്പാക്കി എടുക്കുന്നതിന് നിരന്തരം പ്രവർത്തിക്കുകയും ചെയ്യുക, ആ ഒരു ജോലിയാണ് MLA എന്നുള്ള നിലയിൽ ഞാൻ ഈ മണ്ഡലത്തിൽ ചെയ്തത്. ഇതിലേത് മുക്കിനും മൂലയ്ക്ക് ചെന്നാലും ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഒരു വികസന സ്പർശം ഏൽക്കാത്ത ഒരു സ്ഥലമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്ക് വിശ്വാസമുണ്ട്, നല്ല ആത്മവിശ്വാസം എനിക്കുണ്ട്, ജനങ്ങൾക്ക് എന്നേക്കാൾ ആത്മവിശ്വാസമുണ്ട്. ഒരു ടൈം കൂടി ഇടതുപക്ഷ മുന്നണി ഭരണത്തിൽ വരികയും ഈ മണ്ഡലം ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായി വിധി എഴുതുകയും ചെയ്യണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. മണ്ഡലത്തിൽ വരുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട്, ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇവിടെ നടത്തിയിട്ടുള്ള വികസന കാര്യങ്ങളെല്ലാം തന്നെ. മറ്റൊന്ന്, BJP പ്രധാനമായിട്ട് മുന്നോട്ട് വെക്കുന്നത് അവരുടെ കുറേ നയങ്ങൾ, അവരുടെ രാഷ്ട്രീയമൊക്കെയാണ് മുന്നോട്ട് വെക്കുന്നത്. അതൊരു തിരഞ്ഞെടുപ്പിലൊരു ഇതാകാൻ സാധ്യതയുണ്ടോ? ഇവിടെ നമ്മൾ നടപ്പാക്കിയ വികസനം എന്ന് പറഞ്ഞാൽ 10 വർഷം മുമ്പ് കേരളത്തിലെ ഏറ്റവും പിന്നിൽ കിടന്നൊരു മണ്ഡലമാണ്. നല്ല റോഡുകളൊന്നുമില്ല, പാലമില്ല, സ്കൂൾ കെട്ടിടമില്ല, സർക്കാർ ഓഫീസിലൊന്നുമില്ല. വളരെ പിന്നോക്കമെന്ന് പറയാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു എല്ലാം നശിച്ച ഒരു ഗ്രാമമെന്ന് വേണേൽ പറയാം. എല്ലാം നശിച്ചൊരു ഗ്രാമം. അതിൽ നിന്ന് മാറി എല്ലാം നേടിയ ഒരു നാടായി ചെങ്ങന്നൂരിനെ ഉയർത്തി. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വികസിത മണ്ഡലം ഒന്ന് എടുത്താൽ അതൊന്ന് ചെങ്ങന്നൂരായിരിക്കും. ആ മാറ്റമാണ് ജനങ്ങൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ മാറാൻ പറ്റും എന്ന് ഞങ്ങൾ തെളിയിച്ചു കൊടുത്തു. സ്വാഭാവികമായിട്ടും അത് തുടരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടല്ലോ. കൂടുതൽ ഫലപ്രദമായ പ്രവർത്തനങ്ങൾ വിവിധ മേഖലകളിൽ ഇനി സ്പർശിക്കാനുണ്ട്. തൊഴിൽ മേഖല, പുതിയ സംരംഭങ്ങൾ വരണം, ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കണം, കൂടുതൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരണം, നല്ല ഹൈടെക് എഡ്യൂക്കേഷൻ സെൻറ്റേഴ്സ് ഉണ്ടാകണം. അപ്പോൾ ആ തരത്തിലേക്ക് കേരളത്തെ മാറ്റാൻ, ചെങ്ങന്നൂരിനെ മാറ്റാൻ ആഗ്രഹിക്കുന്ന ഒരു കാലത്ത് ഇടതുപക്ഷത്തെ വിജയിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ BJP ഇവിടെ ഒരു രാഷ്ട്രീയ ശക്തിയൊക്കെയാണ്. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന് പറ്റിയ ഒരു സ്വാധീനം അവർക്കുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കോൺഗ്രസും BJP UDF ഏതാണ്ട് തുല്യ ശക്തികളായിട്ട് ഈ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത്ര തന്നെ എൻ്റെ അത് കാര്യമുള്ളൂ. ജില്ലയുടെ ചാർജുള്ള സംസ്ഥാന സെക്രട്ടറി രംഗം കൂടിയാണ്. അപ്പം G. സുധാകരൻ്റെ ഒരു നിലപാടും അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങളും ജില്ലയിലൊരു പ്രകമ്പനം സൃഷ്ടിക്കാൻ സാധിക്കും. അല്ല, അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങളൊന്നും ഇനി മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അത് പോയി, അതെല്ലാം കഴിഞ്ഞ അദ്ദേഹങ്ങളാണ്. അദ്ദേഹം ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചു, ആ രാഷ്ട്രീയത്തിന് വേണ്ടി അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിന് രാഷ്ട്രീയമായി മറുപടി പറയേണ്ടത് പാർട്ടി നേതൃത്വം, അത് മറുപടി പറയുകയും ചെയ്യും. വ്യക്തിപരമായി പറയേണ്ട കാര്യമല്ല. പിന്നെ അദ്ദേഹം പോയതുകൊണ്ട് ആലപ്പുഴ ജില്ലയിലെ CPM എന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മികച്ച വിജയം ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും കഴിഞ്ഞ കാലത്തുണ്ടായ വിജയം ആവർത്തിക്കും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. കഴിഞ്ഞ പ്രാവശ്യം 8 മണ്ഡലമായിരുന്നു, ആ 8 മണ്ഡലം ഉറപ്പായി ജയിക്കും. ഹരിപ്പാട് പിടിച്ചെടുക്കുന്നതിനുള്ള നല്ല ശ്രമം ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതും ഞങ്ങൾ സാധ്യമാക്കാനാണ് സാധ്യത. പ്രളയകാലത്തുൾപ്പെടെ ചെങ്ങന്നൂരിലെ ജനതയെ ചേർത്ത് പിടിച്ച നേതാവ് കൂടിയാണ് സജി ചെറിയാൻ. അതുകൊണ്ട് തന്നെ വികസന തുടർച്ച ഈ മണ്ഡലത്തിൽ സുനിശ്ചിതമാണ് എന്ന് തന്നെയാണ് സജി ചെറിയാനും പറയാനുള്ളത്. ചെങ്ങന്നൂരിൽ നിന്നും ആദർശനൊപ്പം അജയ്നാഥ്, അമൃത ന്യൂസ്.